മാവേലിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മാവേലിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മാവേലിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ബുദ്ധിമുട്ടി മാവേലി അങ്ങ് പാതാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. മാവേലിയെ വേഗപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാവേലിക്ക് ഇരിക്കാം. ഒരു നല്ല ചതിയുമില്ല പൊളി വചനം മാവേലിക്ക് ഒരു കുശലം ചൊല്ലുന്നതിന് വേണ്ടി നിങ്ങളോട് ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാവേലിയോട് ചോദിക്കാട്ടോ. എൻ്റെ നല്ലവരായ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ പ്രജകൾ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്തൊന്ന് വരിക. എൻ്റെ ഈ കുടയൊന്ന് ഞാൻ വിഷമിച്ചു, കുട കൈ പിടിച്ചു ഓക്കെ, ഒന്നിങ്ങനെ പൊക്കി പിടിച്ചു, ഇത്തിരി പൊക്കി കിരീട്ട് പിടിച്ചു. ഓക്കെ, ഇനി ഞാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ഓക്കെ, ഇനി ഞാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇരിക്കുകയാണ്. സുന്ദരം ആത്മാർത്ഥതയുള്ളവരുമായാൽ നിങ്ങളുടെ പ്രായം സന്തോഷമായിട്ടിരിക്കും. ഇനിയും പറയൂ. മൈക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാം. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങ് പോയിക്കോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവണം. ചോദിക്കാനില്ലെങ്കിൽ കഷ്ടമാണ്. ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന എന്നോട് ഒന്നും ചോദിക്കാൻ പറ്റാതെ. ആ മൈക്ക് ഓണം. എത്ര കൊല്ലമായി മാവേലി കേരളത്തിൽ വന്നു തുടങ്ങിയിട്ട്? കൃത്യമായി പറഞ്ഞാൽ ഒരു 800 600നും 800 വർഷത്തിനിടയിലാണ് ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയത്. കേരളം രൂപാന്തരം പെടുന്നത് ഒരു എത്രയോ വർഷത്തിനാണ്. പക്ഷെ കേരളത്തിൻ്റെ പ്രവിശ്യകളിൽ ഒരുപാട് കൊച്ചു രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ സന്ദർശിച്ചുകൊണ്ടിരുന്നിരുന്നു. എല്ലാവരെയും ഇഷ്ടപ്പെട്ട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചിരുന്നു. പറയൂ അടുത്തത്. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല പുളിവചനം എന്നായിരുന്നു അങ്ങയുടെ കാലങ്ങളിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് വയനാട് ദുരന്തം വരെ വില്ലക്കള്ളക്കണക്കുകളുടെയും മറ്റും മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു മോചനം നേടാൻ മാവേലിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പാതാളത്തിൽ നിന്ന് എന്നെ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യിക്കുമ്പോൾ, പാതാളം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് അവിടെ നല്ല അന്തസ്സായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്ന് പോരുമ്പോൾ എന്നോട് ഇവിടെ വരുമ്പോൾ വാതിലുകളിൽ മുട്ടരുത് എന്ന് പ്രത്യേകം ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് വിട്ടത്. അപ്പോൾ പെട്ടെന്ന് എനിക്കത് മനസ്സിലായില്ല. വാതിലുകളിൽ മുട്ടരുത്, പ്രത്യേകിച്ചും സിനിമാ ലോകത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് പോകുമ്പോൾ വാതിലുകളിൽ മുട്ടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ശിരസ വഹിക്കുകയാണ്. കാരണം എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇവിടെ വരുമ്പോൾ നിങ്ങളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വാതിലിൽ മുട്ടരുത് എന്ന് പറഞ്ഞു. അതും അസമയങ്ങളിൽ മുട്ടരുത് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജൻ പ്രജ ചോദിച്ച ചോദ്യം, ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മേഘവിസ്ഫോടനവും എല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ വ്യക്തികളുടെയും അത്യാഗ്രഹങ്ങളെ കൊണ്ടും സ്വാർത്ഥത കൊണ്ടും സ്വന്തം കാര്യം സിന്ദാബ എന്ന് പറയുന്ന
ആ അവസ്ഥയിൽ ജീവിച്ചിരുന്നു കൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മാവേലി വിചാരിച്ചാലോ ഏതൊരു ഭഗവാൻ വിചാരിച്ചാലോ മാറ്റുവാൻ കഴിയില്ല. കേരളത്തിലെ ഓരോ ജനങ്ങളും കൃത്യമായി അത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഇപ്പോഴും ഒരു ജലബോംബായി ഞാൻ ഓരോ വർഷങ്ങളിൽ വരുമ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ജലബോംബായിട്ട് നിൽക്കുന്ന ഒരു മുല്ലപ്പെരിയാർ ഡാമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ മുല്ലപ്പെരിയാർ ഡാം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ അതിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇനി അതും ഒരു ജലബോംബായി നമ്മളെയൊക്കെ ഉന്മൂലനാശം ചെയ്ത് നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഞാൻ പാതാളത്തിലായിരിക്കും. അപ്പോൾ ഇനി ചോദിക്കൂ, എന്താണ് പ്രഭു മാവേലി ഇവിടെ ഈ വർഷത്തെ ഓണത്തിന് അങ്ങ് വയനാട്ടിൽ പോയിരുന്നോ? അവിടുത്തെ സ്ഥിതി എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ കണ്ണൂർ എയർപോർട്ടിലിറങ്ങി വയനാട്ടിൽ പോയായിരുന്നു. കുറച്ച് ദിവസം ഓണത്തിനു ശേഷം, ഓണം എന്ന് എനിക്ക് അനുവദിച്ചിട്ടുള്ള ഈ സമയത്ത് ഞാനിവിടെ എത്തി ഒരു 4-5 ദിവസം വയനാടിൻ്റെ മാനസികമായ അവസ്ഥകൾ കാണുന്നതിന്, അവിടെയുള്ള ഓരോ പ്രജകളും വിഷമിക്കുന്ന അവസ്ഥകൾ കാണുന്നതിന്, മണ്ണിനടിയിലേക്ക് പോയ പ്രജകളുടെ അവസ്ഥകൾ അറിയുന്നതിന്, അവർക്ക് ഉണ്ടാക്കി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള ഗവൺമെൻറ്റിനോട് എങ്ങനെയെല്ലാം സംവാദിക്കാം, പറയാം, അവരെ ബോധവൽക്കരിക്കാം എന്നുള്ളതിനൊക്കെ വേണ്ടി ഞാനവിടെ പോയിരുന്നു. അവിടെ കറങ്ങിയിരുന്നു, അവിടെ എല്ലാവരെയും കണ്ടു. പക്ഷേ സങ്കടകരമായ അവസ്ഥ, എൻ്റെ പഴയ കാലം ഞാൻ ഓർത്തു. അന്ന് എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഇന്ന് എല്ലാവരെയും ദുഃഖം കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയാതെ ആയിപ്പോയി. പറയൂ. പാതാളത്തിൽ താമസിക്കുമ്പോൾ മാവേലിയുടെ ടൈം പാസ് എന്തൊക്കെയാണ്? പിന്നെ മാവേലിയുടെ പാതാളത്തിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ഉള്ളത്? കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്? എങ്ങനെയാണ് അവിടുത്തെ ജീവിതം? സമ്പൽ സമൃദ്ധിയാണോ, ദാരിദ്ര്യമാണോ, പ്രശ്നങ്ങളുണ്ടോ? അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ഇവിടേക്ക് പ്രവേശനം ലഭിക്കുന്ന സമയം, ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെയുള്ളവർ ഓരോ സെക്കൻഡിലും അത്ര മാത്രം ടെൻഷനുകളും സ്വന്തമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടെൻഷനുകളെ കൊണ്ടും അവസ്ഥകളെ കൊണ്ടും മാനസിക പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാവുന്നത്. എന്നെ നോക്കുന്ന എൻ്റെ പാതാളത്തിൽ ഞങ്ങൾക്ക് ഇന്നും സ്വർഗ തുല്യമാണ്. അവിടെയുള്ള പ്രജകളെല്ലാം വളരെ സന്തോഷത്തിലാണ്. എനിക്ക് അവിടെ അതൊരു വലിയ രാജ്യം തന്നെയാണ്. അവിടെ എന്നെ നോക്കുന്നതിനും എനിക്ക് കാവലിരിക്കുന്ന നല്ല രാജാക്കന്മാരും അതിനോട് ചേർന്ന അണികളും പ്രജകളും ഉണ്ട്. ഇവിടേക്ക് വരുന്ന എൻ്റെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി വരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട എൻ്റെ നാടാണ് ഈ നാട്, എൻ്റെ പ്രജകൾ. പക്ഷേ എൻ്റെതായ ചില അഹങ്കാരങ്ങളെ ശമിപ്പിക്കുന്നതിനു വേണ്ടി ഞാനൊന്ന് എളിമപ്പെട്ട് താഴേക്ക് പോയെന്നേ ഉള്ളൂ. പറയൂ. അടുത്ത അതായത് ഇപ്പോ നമ്മുടെ മലയാള സിനിമയില് ഈ മുട്ടലും വാതിൽ മുട്ടുന്ന ഒരു സംഭവം ഇഷ്യൂ നിൽക്കുന്ന കാലഘട്ടമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ കഥകൾ പറയുമ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ മുട്ടുവാൻ പോയിട്ടുണ്ടെന്നാണ് പരസ്യമായ രഹസ്യം. അപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് മലയാള സിനിമയിൽ മാത്രമല്ല ബോളിവുഡിലും ഹോളിവുഡിലും വരെ ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്ന് കേട്ടിരുന്നു. ഈ സംഭവം, ഇതുപോലെ മുട്ടുന്ന സംഭവത്തെ കുറിച്ച് മാവേലി പറഞ്ഞപ്പോ, ഇത് പാതാളത്തിൽ ഇതുപോലെ മുട്ടുകൾ ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാനുള്ള എല്ലാ വരപ്രസാദങ്ങളും തന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം തോന്നുക എന്നുള്ളത് ഒരു തെറ്റല്ല. ആ തെറ്റ്
എല്ലാ സന്ദർഭങ്ങളിലും അത് വളരെ ഗോപ്യമായ രീതിയിൽ ചെയ്യുന്നതിന് ദൈവം പല വഴികളും ഒരുക്കി തന്നിട്ടുണ്ട്. അത് ലംഘിച്ച് ഓരോരുത്തരുടെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, സ്വാർത്ഥതകളിൽ ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതെല്ലാം. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമാണ്, കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. ജോളിപ്രജ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ആയോ? ഇനിയും ഞാൻ ചോദിച്ചത് ഈ സംഭവം, മുട്ടുന്ന സംഭവം പാതാളത്തിലുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പാതാളത്തിൽ ഇതുവരെ ആർക്കും വാതിലിൽ പോയി ഇതുപോലെ മുട്ടേണ്ട സാഹചര്യങ്ങളില്ല. അവിടെ എല്ലാവരും അവരവർക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ, തമ്മിലുള്ള ഇണകളിൽ, അവരുടെ എല്ലാത്തിലും അവർ സന്തോഷവരാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തെന്നി പോകുമ്പോഴാണല്ലോ മുട്ടാൻ തോന്നുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ പാതാളത്തിൽ എല്ലാവർക്കും വളരെ ഹാപ്പിയാണെന്ന് ചുരുക്കം. ഇപ്പോ കേരളത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ, ഇവിടെയുള്ള ജനങ്ങളെ കണ്ടപ്പോൾ, അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും പങ്കുവെച്ചപ്പോൾ മനസ്സിലായത് പാതാളത്തിൽ എൻ്റെ പഴയ കാലങ്ങളിലുള്ള സന്തോഷവും സൗഭാഗ്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാം. ഓക്കെ, ഞാൻ ഇതില് ഈ ആൻസറിന്റെ സംതൃപ്തി അടയാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ കല്ലുംകുടി കസിൻസില് ഒത്തിരി ഫാമിലീസ് ഉണ്ട്. ഇവരെല്ലാം ഒന്നിച്ച് ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ മാവേലിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പുള്ള വർഷം വന്നപ്പോഴും ഇതുപോലെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് കണ്ടിരുന്നു. അന്നും വളരെ ഊർജ്ജസ്വലരായിട്ട് ഓണം ആഘോഷിക്കുന്നത് കണ്ടിരുന്നു. കഴിഞ്ഞ വർഷവും ഇവിടെ ഓണസദ്യ മറ്റുള്ളതൊക്കെ